ഹലോ ജിയോസ്, എല്ലാവർക്കും എജ്യുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ 7ാമത്തെ യൂണിറ്റായ മണിയൻ്റെ യാത്ര എന്ന പാഠഭാഗമാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മണിയൻ്റെ യാത്ര. ആരാണ് മക്കളെ മണിയൻ? അതെ, നമുക്കവിടെ ആരാണ് തന്നിട്ടുണ്ടല്ലേ, ഒരു സൈക്കിളാണ് മണിയൻ. സൈക്കിളിൻ്റെ പേരാണ് മണിയൻ. മണിയൻ സൈക്കിളിൻ്റെ യാത്രയെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നീളം പറയാനുള്ളത്. നോക്കൂ, അവിടെ എന്താ തന്നിട്ടുള്ളത്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിം 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 മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി. മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി. ആഹാ, നല്ല രസം. തോട്ടിൻകരയിലൂടെ മണിയൻ ഓടി. തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളി കളിച്ചു. പുഴക്കരയിലൂടെ മണിയൻ ഓടി. പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങി ചിരിച്ചു. പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മുന്നോട്ടോടി. വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. മണിയൻ സൈക്കിൾ മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു. നോക്കൂ, എങ്ങോട്ടേക്കാണ് മണിയൻ പോയത്? മണിയൻ തോട്ടിൻകരയിലൂടെ പോയി, പുഴക്കരയിലൂടെ പോയി അല്ലേ. പിന്നെയും ഒരുപാട് വഴികളിലൂടെ മണിയൻ യാത്ര ചെയ്തു. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്ക്. ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത്? എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത്? തോട്ടിലെ പരൽമീനുകളും പുഴയിലെ കുഞ്ഞോളങ്ങളും വഴിയിലെ പൂച്ചെടികളും മണിയനെ കണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു. മണിയൻ ഓടുന്നതും സൈക്കിൾ മണിയടിക്കുന്നതും ഒരുപക്ഷെ ആദ്യമായി കണ്ടതിനാലോ അല്ലെങ്കിൽ മണിയൻ പോകുന്ന വഴികളിൽ അവരെ ശ്രദ്ധിച്ചതിനാലോ അവർക്ക് സന്തോഷം തോന്നിയതാവാം. മാത്രമല്ല, സൈക്കിളിൻ്റെ മണിയടി അവരിൽ കൗതുകം ഉളവാക്കിയിട്ടുണ്ടാകും. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. മണിയൻ വശത്തേക്ക് മാറി നിന്നു. മാനത്തേക്ക് നോക്കി. കുഞ്ഞു പക്ഷിയെപ്പോലെ ഒരു വിമാനം. മണിയൻ യാത്ര തുടർന്നു. മുന്നോട്ടു പോകുന്തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി. ഓടി ഓടി മണിയൻ പട്ടണത്തിലെത്തി. മാനം തൊടുന്ന കെട്ടിടങ്ങൾ, ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറി ചന്തകൾ, പലതരം കടകൾ, തലങ്ങും വിലങ്ങും റോഡുകൾ നിറയെ വാഹനങ്ങൾ. ഹായ്, എന്തു രസം! ആളുകളുടെ തിക്കും തിരക്കും. എന്തൊരു ധൃതിയാണിവർക്ക്! എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്? മണിയൻ സൈക്കിളിന്റെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ. ടൗണിലെ കാഴ്ചകളാണ് മണിയൻ പറയുന്നതല്ലേ. ഒരുപാട് ആളുകളും ബിൽഡിങ്ങുകളും വാഹനങ്ങളും നിറഞ്ഞതാണ് എന്ത്, ടൗൺ അല്ലേ. അവരെല്ലാം ധൃതിയിൽ എങ്ങോട്ടോ പോവുകയാണല്ലേ. അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് മണിയന്റെ സംശയം. എങ്ങോട്ടൊക്കെ ആയിരിക്കും? ജോലി സ്ഥലങ്ങളിലേക്കായിരിക്കും, വീടുകളിലേക്കായിരിക്കും, ഹോസ്പിറ്റലിലേക്കായിരിക്കും, അങ്ങനെ പല പല സ്ഥലത്തിലേക്കായിരിക്കും കേട്ടോ. കാറും ബസ്സും റിക്ഷ വണ്ടിയും ആകെ റോഡിൽ പൊടിപൂരം. 100 സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോഡിൽ നെട്ടോട്ടം. ഇനി നോക്കൂ, അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ എന്തൊക്കെയാവാം? കാറ്, ബസ്, ഓട്ടോറിക്ഷ, സ്കൂട്ടർ, വിമാനം, മെട്രോ ട്രെയിൻ, ഇതെല്ലാം നമുക്ക് ആ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ. ഇതെല്ലാം മണിയൻ കണ്ട വാഹനങ്ങളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാം, എഴുതാം. എന്തെല്ലാം കാഴ്ചകളാണ് മണിയൻ കണ്ടത്? മാനം തൊടുന്ന കെട്ടിടങ്ങൾ, ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറി ചന്തകൾ, തലങ്ങും വിലങ്ങും റോഡുകൾ, പലതരം കടകൾ, റോഡിൽ നിറയെ വാഹനങ്ങൾ, നെട്ടോട്ടമോടുന്ന ജനങ്ങൾ. ഇത്രയും കാഴ്ചകളാണ് മണിയൻ ടൗണിൽ വെച്ച് കണ്ടത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മണിയൻ കണ്ട കാഴ്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ചിത്രമാക്കാം. മകൾക്ക് ഇതിലെ ഏത് കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അത് നിങ്ങളോട് വരയ്ക്കാനാണ് പറയുന്നത് കേട്ടോ. ടീച്ചർക്ക് ഇഷ്ടമായത് ചെടികളും പൂക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പാർക്കാണ്. ഞാനിവിടെ പാർക്കിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്തൊരു തിരക്ക്! 4 റോഡുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം. മുന്നിൽ ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം. തൊട്ടു മുന്നിലുണ്ടായിരുന്ന കുഞ്ഞിക്കാറിനു പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി. പച്ച വെളിച്ചം കത്തി. മണിയൻ സൈക്കിൾ മുന്നോട്ടോടി. നമുക്കവിടെ ട്രാഫിക് സിഗ്നലിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ. മക്കൾ കണ്ടിട്ടുണ്ടോ? ചുവപ്പ് വെളിച്ചം കത്തുന്നു, വണ്ടികളെല്ലാം നിർത്തുന്നു. മഞ്ഞ വെളിച്ചം കത്തുന്നു, വണ്ടികൾ തയ്യാറാകുന്നു. പച്ച വെളിച്ചം കത്തുന്നു, വണ്ടികൾ മുന്നോട്ടോടുന്നു. ചുവപ്പ് വെളിച്ചം കത്തിയാൽ വണ്ടികൾ നിർത്തണം. മഞ്ഞ വെളിച്ചം കത്തിയാലോ വണ്ടികൾ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കണം.
പച്ച വെളിച്ചം കത്തിയാലോ വണ്ടികൾ മുന്നോട്ട് പോവണം. അങ്ങനെയാണ് ട്രാഫിക് സിഗ്നലിന്റെ ഓരോ ലൈറ്റുകളും സൂചിപ്പിക്കുന്നത്. റോഡിന് കുറുകെ വെളുത്ത വരകൾ, അതിലൂടെ ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്നു. എന്തായിരിക്കും മക്കളെ ആ വെളുത്ത വരകൾ? സീബ്ര ലൈൻ ആയിരിക്കും അല്ലേ? നോക്കൂ, അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം? എന്തെല്ലാം സൂചനകളാണ് നൽകുന്നത്? ചുവപ്പ് വാഹനങ്ങൾ നിർത്താൻ, മഞ്ഞ വാഹനങ്ങൾ തയ്യാറാകാൻ, പച്ച വാഹനങ്ങൾ മുന്നോട്ടേക്ക് പോവാൻ. മണിയൻ യാത്ര തുടർന്നു. പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പേടിച്ചു പോയി. ഷോ, എന്തൊരു പുക! എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ? മണിയന് സംശയമായി. കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു. അയ്യോ! അവർ നിലവിളിച്ചു. തെന്നി മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക്! എന്താ മക്കളെ സംഭവിച്ചത്? മണിയൻ സൈക്കിളിന് നേരെ ഒരു വലിയ ലോറി സ്പീഡിൽ വന്നുല്ലേ. പക്ഷെ മണിയൻ എന്തെങ്കിലും പറ്റിയോ? ഇല്ല, മണിയൻ തെന്നി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി അതിന് താഴെ നോക്കൂ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നിട്ടുണ്ട്. പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ? പറയാം, എഴുതാം. ഏതെല്ലാം വാഹനങ്ങൾക്കാ മക്കളെ പുകയില്ലാത്തത്? സൈക്കിൾ, തോണി, പായക്കപ്പൽ, കാളവണ്ടി, കുതിരവണ്ടി. ഈ വാഹനങ്ങൾക്കൊന്നും എന്തില്ല? പുകയില്ല അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കുമായിരുന്നു? ലോറി അവരെ ഇടിക്കുകയും അവർക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു അല്ലേ? ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിക്കാം. നിങ്ങളോട് അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത് കേട്ടോ. നിം നിം നിം. മണിയൻ സൈക്കിൾ യാത്ര തുടർന്നു. റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടി വന്നു. ചെകിടടപ്പിക്കുന്ന ഹോൺ ശബ്ദം. ഷോ, മടുത്തു. മണിയൻ സൈക്കിൾ മടക്ക യാത്ര ആരംഭിച്ചു. ഓടി ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി. ഹാവ്, ആശ്വാസമായി. കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം. മണിയന് ടൗണിൽ നിന്ന് തിരിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ വന്നുല്ലേ. മണിയന് എന്തായി? മടുത്തു. പക്ഷേ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അവന് ആശ്വാസമായി. ഇനി നോക്കൂ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ. വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാം? പെട്രോള്, ഡീസൽ, CNG. CNG എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ്. ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഗ്യാസിൽ ഓടുന്നുണ്ട് അല്ലേ? പിന്നെ ഇലക്ട്രിസിറ്റി, കറണ്ടിൻ്റെ വണ്ടി, ജെറ്റ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്ധനത്തിനെയാണ് ജെറ്റ് ഫ്യൂവൽ എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങളുണ്ടോ? ഉണ്ട്. അവയുടെ ചിത്രം വരച്ച് പേരെഴുതാം എന്നാണ് പറയുന്നത്. ഏതെല്ലാം വാഹനങ്ങളുണ്ട്? സൈക്കിളിന് ഇന്ധനം വേണ്ട. അതുപോലെ പായക്കപ്പൽ, അത് കാറ്റിൻ്റെ സഹായത്തോടെയും വെള്ളത്തിൻ്റെ സഹായത്തോടെയുമാണ് പോകുന്നത്. അതുപോലെ തോണിക്കൊന്നും എന്ത് വേണ്ട? ഇന്ധനം വേണ്ട. മക്കൾക്ക് അറിയുന്ന കുറച്ച് വാഹനങ്ങൾ പേരെഴുതുകയും വരയ്ക്കുകയും ചെയ്യാനാണ് പറയുന്നത്. ഇനി നോക്കൂ, ചിത്രം നോക്കി കണ്ടെത്താം. നമുക്കവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഒന്ന് മോട്ടോർ സൈക്കിളിൽ പോകുന്നതും അതുപോലെ മറ്റൊന്ന് കാറിൽ യാത്ര ചെയ്യുന്നതുമാണ്. നോക്ക്, സ്കൂട്ടറിൽ പോകുമ്പോഴുള്ള ചിത്രം നോക്കൂ. ഒരാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, മറ്റ് 2 പേർ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. അതിന് പുറമെ എന്താണ്? 3 പേരാണ് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതല്ലേ. അതെന്താണ്? നിയമവിരുദ്ധമാണ്. മാത്രമല്ല അപകടങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ജീവന് വരെ ആപത്താവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? കാറിൽ അവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല അല്ലേ. അതും അപകടത്തിന് കാരണമാകും. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ? അല്ല. ഇവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക? നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകാം? ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമറ്റ് ധരിക്കുക. 3 പേർ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുക. കാറിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കുക. മിതമായ വേഗതയിൽ മാത്രം യാത്ര ചെയ്യുക. ഓക്കെ. പിന്നെ ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിക്കുക. ഇത്രയും നിർദ്ദേശങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി നൽകാം. ഇനി നോക്കൂ, നമുക്ക് അവിടെ ഒരു വാഹനത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ആരാണിത്? JCB എന്നും അതുപോലെ മണ്ണുമാന്തി യന്ത്രം എന്നൊക്കെ പറയൂല്ലേ. അതിനെക്കുറിച്ചൊരു കുറിപ്പുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. എന്നെ അറിയാമോ? ഞാൻ മണ്ണുമാന്തി യന്ത്രം. ഭാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ.
കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട്. ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കൂമാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട്. പ്രളയം, ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും. ഏതു കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും. ഇതെല്ലാം മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രത്യേകതകളാണല്ലേ. വായിക്കാം. വഞ്ചി അക്കരെ എത്തി. കുട്ടൻ വഞ്ചിയിൽ നിന്നിറങ്ങി കേളുമ്മാവന്റെ കൈ പിടിച്ച് നടന്നു. വിശാലമായ നെൽവയൽ, എങ്ങും പച്ചപ്പ്, പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ, കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്തു രസം. കുട്ടൻ കേളമ്മാവനോടൊത്ത് പിന്നെയും നടന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. വരമ്പിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് 2-3 കൈകൾ. കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു. അത് ഞണ്ടാണ് കുട്ടാ, കേളുമ്മാവൻ പറഞ്ഞു. പിന്നെ അവന്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി. മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം. CR ദാസ് എഴുതിയ ഒരു ചെറുകഥയാണ് നമ്മൾ വായിച്ചത്. ഇനി നോക്കൂ, അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആളുണ്ട്. കണ്ടെത്താം. കുട്ടനും കേളുമ്മാവനും ഏതു വാഹനത്തിലാണ് യാത്ര ചെയ്തത്? ഏതു വാഹനത്തിലാണ്? വഞ്ചിയിൽ. ഇനി നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വരമ്പിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് 2-3 കൈകൾ. ആരുടേതാണ് ആ കൈകൾ? അതെ, ഞണ്ടിൻ്റേത് അല്ലേ. അവസാനത്തെ ചോദ്യം നോക്കൂ. പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ കുട്ടൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? വിശാലമായ നെൽവയൽ, ആ പാടത്ത് നിറയെ കൊക്കുകളെ കണ്ടു. വയലിന്റെ വരമ്പിന്റെ ദ്വാരത്തിൽ നിന്ന് വരുന്ന ഞണ്ടുകളെ കണ്ടു. തോട്ടിലെ മീനുകൾ നീന്തി കളിക്കുന്നതും കുട്ടൻ കണ്ടു. ഇത്രയും കാഴ്ചകളാണ് കുട്ടൻ കണ്ടത്. ഇനി നോക്കൂ, പാടി രസിക്കാം. സമ്മാനം. അമ്പിളി മാമന്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു. 5-6 കല്ലുകൾ അത്രേ നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു. ONV കുറുപ്പിന്റെ ഒരു കവിതയാണ് നമ്മൾ പാടിയത് അല്ലേ. മക്കൾക്ക് കവിത ഇഷ്ടമായോ? അതിന് താഴെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എവിടേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് പാട്ടിൽ പറയുന്നത്. എവിടേക്ക് നടത്തിയ യാത്രയാണ്? അമ്പിളിമാമന്റെ വീട്ടിലേക്ക് നടത്തിയതാണല്ലേ. ചന്ദ്രനിലേക്ക് പോയപ്പോഴത്തെ യാത്രയെക്കുറിച്ചുള്ള കവിതയാണ് നമ്മൾ പാടിയത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ യൂണിറ്റിൽ പറയാനുള്ളത്. കഥയും കവിതയും ഇതിലെ ആക്ടിവിറ്റീസും എല്ലാം മക്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്